താമസിക്കുന്നവർക്ക് ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളങ്ങ് തൊട്ട് താഴെയാണ്. ഈ വീട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങളെല്ലാം അങ്ങ് താഴെയുള്ളവരാ. ഇവരെ നമ്മളോട് കാണുകയോ സംസാരിക്കുകയോ ഇവിടേക്ക് ആരെങ്കിലും ഒക്കെ വരുന്നതായിട്ട്, പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നതായിട്ട് എന്തെങ്കിലും നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നോ? ഇതിലേ വരുമ്പോൾ നമ്മൾ ഇതിലേ വരുമ്പം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകളിൽ ചോദിക്കുമ്പോൾ പറയും ഇവിടെ ആരും ഇല്ല. നമ്മൾ മിക്കവാറും വരുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല. ഈ പരാതിക്കാർ പറയുന്നത് ഇവിടെ ആഭിചാരം ഒക്കെ നടക്കുന്നു, വലിയ പൂജ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ അവർ പളനിക്കൊക്കെ, ഞങ്ങൾ പളനിക്ക് ടൂറ് വിടുമായിരുന്നു. ആ വണ്ടിയിൽ ഇവർ പളനിക്ക് വരികയും അവർ നല്ല ഭക്തയായിരുന്നു ആ സ്ത്രീയെ. എന്നാലും അവർക്ക് ഈ ആഭിജാത്യ ക്രിയകളുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ കാരണം, എനിക്ക് റബ്ബർ വെട്ടാണ് ജോലി. ഞാനൊരു ദിവസം ടാപ്പിങ്ങിന് പോയിട്ട് വരുമ്പം എൻ്റെ മരുമോൻ അന്നുണ്ടായിരുന്ന സമയമാണ്, വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഹോളിലൊരു പായിട്ടിട്ട് അതിലിവനെ ഇങ്ങനെ കിടത്തിയേക്കുവാ, എൻ്റെ മരുമോനെ. അപ്പോൾ എൻ്റെ മകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പാടി ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇവൻ്റെ ദേഹത്തോട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്യുക, എന്നിട്ട് ഏതാണ്ടൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. അത് ഇവൻ്റെ ശരീരത്തിൽ ഏതാണ്ട് ഒരു ഇതുണ്ട്, ബാധ കയറിയെന്നോ ബാധ കയറിയെന്നോ ഏതാണ്ടുണ്ട്, അത് മാറ്റുകയെന്ന് പറഞ്ഞു. ഞാൻ ഇവനെ എഴുന്നേക്കടാന്ന് പറഞ്ഞു, മരുമോനാ എഴുന്നേക്കടാന്ന് പറഞ്ഞു. അവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എഴുന്നേക്ക്, നിനക്ക് ബാധ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒഴിപ്പിച്ചോളാം, നീ ഒഴിപ്പിക്കണ്ട, നീ ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഞാൻ ഇറക്കി വിട്ടു. നമ്മുടെ വീട്ടിലോ അമ്മയുടെ വീട്ടിൽ വെച്ചോ? വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിവിടെ ഇറക്കി വിട്ടു. ഇനി മേലിൽ ഇവിടെ ഇങ്ങനെ ഒരു പേരും പറഞ്ഞ് കയറിയേക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇറങ്ങിപ്പോയി. പിന്നെ ഇറങ്ങിപ്പോയി. അതിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടിയിട്ടില്ല. അവൾ മരിക്കോളം മിണ്ടിയിട്ടില്ല. അമ്മയുടെ മരുമോൻ ഇപ്പം എന്ത്? അവനിവിടെ ഇല്ല, അവനിവിടെ ഒന്നും ഇല്ല. അവൻ കോന്നിയിലെങ്ങാണ്ട് ഒരു ഹോട്ടലില്ല. അത് ഞങ്ങളുടെ വീട്ടിൽ വേറൊരു പ്രശ്നമൊക്കെ ആണെന്ന് അങ്ങനെ പോയതാ. അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാനസികമായോ ശാരീരികമായോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മരുമകൻ ബാധ കയറിയെന്ന് പറഞ്ഞു? ഇല്ല ചുമ്മാ നടക്കുന്ന ഓടിച്ചാടിയാണെന്ന് ജോലി ചെയ്യുന്ന ഇറക്കണം. അവൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇവര് ഓരോ ക്രിയകൾ ചെയ്ത് നോക്കുന്നതായിരിക്കാം. ഓരോന്ന് അവർക്ക് അങ്ങനെ ശക്തി ഉണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ മറ്റു മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഈ പിള്ളേരാണെങ്കിൽ തന്നെ, ഈ ജയേഷൊക്കെ കുഞ്ഞായിരുന്നു. അപ്പം നമുക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ടെന്ന്. പിന്നെ ആ പെണ്ണാണെങ്കിൽ എന്നും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ എൻ്റെ വീട്ടിൻ്റെ അതിലേ വരുന്നത്. അന്നേരം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ വരികയും ഞങ്ങളോട് സംസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള പരിചയമേ ഉള്ളൂ. അല്ലാതെ ഇവിടങ്ങളിൽ മറ്റ് യാതൊന്നും നടന്ന നമുക്കറിയത്തില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ മറ്റൊരു വീടുകളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് തൊട്ടടുത്ത വീടാണ്, ആ വീട്ടുകാരുമായിട്ട് ബന്ധമില്ല. അങ്ങേപ്പുറത്താണെങ്കിലും ഇങ്ങേപ്പുറത്താണെങ്കിലും ഒരു മനുഷ്യരുമായിട്ട് ബന്ധമില്ല. പിന്നെ ഈ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഒന്ന് സംസാരിക്കുന്നത് എന്നോടും എൻ്റെ മകളോടും. ആലിൻ്റെ അവിടെയാണ് എൻ്റെ വീട്. അവിടെ വന്ന് വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്നാടി താമസിച്ചേ, എന്താ ഏതാന്നൊക്കെ ചോദിക്കും. അതിൻ്റെ മറുപടി പറയും. ജയേഷ് എവിടാന്ന് ചോദിക്കും, അന്നേരം പറയും. ഒരു പ്രാവശ്യം പറയും ആലപ്പുഴയിലാന്ന് പറയും. പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പം പറയും കൊല്ലത്താന്ന് പറയും. ഇങ്ങനെ പല സ്ഥലം, ബാംഗ്ലൂരാന്ന് പറയും. എന്തുവാ ജോലിയെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ള അറിവേ ഉള്ളൂ. ഏറ്റവും അവസാനം അമ്മ ഈ ജയേഷിനെ രശ്മിയൊക്കെ കണ്ടതെന്നതാണ്? ജയേഷിനെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ താഴെ നിന്ന് കയറി മേപ്പോട്ട് വരുന്ന കണ്ടായിരുന്നു. ജയേഷിൻ്റെ ഭാര്യ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പുല്ലാട്ട് ഞങ്ങൾ സാധനം മേടിക്കാൻ പോയപ്പം ഇവരവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു, ബൈക്ക്. പിന്നെ മിക്കവാറും ദിവസം ഇവൻ ബൈക്കേ വരുമ്പോൾ ഇവൻ്റെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. പിന്നെ ഇവൻ്റെ വണ്ടിയിൽ 1-2 ദിവസമൊക്കെ ഓരോ ചെറുക്കന്മാർ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ എപ്പോഴും ഞങ്ങളുടെ വെളിയിൽ ഈ ഇത് കെട്ടിയിരിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ തണൽ നോക്കി ആലിൻ്റെ അവിടെ ഇരിക്കാറ് പതിവാണ്. ഇവരെക്കുറിച്ച് ആരെങ്കിലും പരാതി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉപദ്രവിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും പരാതികൾ നമ്മുടെ സമീപവാസികളോട് വല്ലതും പറഞ്ഞായിട്ട് ഓർമ്മയിലുണ്ടോ? ഇല്ല, അങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്കൊട്ട് കേൾവി പോലും ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഈ പരിസരത്ത് നടക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ ഇത്രയും വീട്ടുകാർ, ഞങ്ങളിവിടെ എത്ര വീട്ടുകാരുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും ഇത്രയും വീട്ടുകാർക്ക് ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ഒരു ആന്താരി മണ്ണ് കോളനിയായത്.
ഇവിടെ ഇന്നേ വരെ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 45 വർഷത്തോളമായി. ഈ ആലിൻ്റെ അവിടെ താമസമായിട്ട് 45 വർഷത്തോളമായി. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഈ ദേശത്തുണ്ടായിട്ടില്ല. അതാണ് സത്യം.